250 100 രൂപ കഴിഞ്ഞാൽ പിന്നെ 250 രൂപ ഒരു സാധനമുണ്ട് കേട്ടോ. ഈ മൾഗാർഡിനൊക്കെ 250 രൂപ കൊടുത്താൽ മതി. നല്ല അടിപൊളി ഫിനിഷിങ്ങോട് കൂടിയ സാധനമാണ്. 250 രൂപയേ ഉള്ളൂ. എല്ലാ വണ്ടിയുടെ ബൈക്കിൻ്റെ എല്ലാ വണ്ടിയുടെ 250 രൂപ. കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഒരു സെക്കൻഡ് ഹാൻഡ് സ്പെയർ പാർട്സ് കടയാണ്. ഇവിടുത്തെ ഒരു വെറൈറ്റി കളക്ഷൻ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചത്. നമ്മളുടെയൊക്കെ ടൂ വീലർ സാധാരണ സ്റ്റാൻഡിൽ നിന്നും താഴെ വീഴും, അല്ലെങ്കിൽ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു വീഴ്ചയൊക്കെ പറ്റാം. അപ്പോൾ കുറച്ച് ഫ്രണ്ട് സ്പെയർ പാർട്സുകളും വൈസറുകളൊക്കെ പൊട്ടും. നമ്മൾ അങ്ങനെ വെച്ച് തന്നെ ഉപയോഗിക്കും. അത് എന്താ അങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ വില ഷോറൂമിൽ ചെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് താങ്ങത്തില്ല. അങ്ങനെ തന്നെ നമ്മളത് വെച്ച് ഓടിച്ചുകൊണ്ടേയിരിക്കും. ഇനി അതിനെല്ലാം ഒരു പരിഹാരമായിട്ട് ഈ കടയുണ്ട് കേട്ടോ. നമുക്ക് മൾഗാർഡുകളായാലും വൈസറുകളൊക്കെ ആയാലും നമുക്ക് നിസ്സാര വിലയ്ക്ക്, ചിന്തിക്കുന്നതിനപ്പുറം വില കുറച്ച് കിട്ടുന്ന ഒരു കടയാണ് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് കേട്ടോ. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. എല്ലാ പാർട്സുകളും ഇതിൽ കാണിച്ചിട്ടുണ്ട്. 100 രൂപയുള്ളൂ. 100 രൂപയുള്ളൂ. ഇത്രയും ക്വാളിറ്റി ആയിട്ടിരിക്കുന്ന സാധനത്തിന് 100 രൂപ കൊടുത്താൽ ഇതിൻ്റെയൊക്കെ ഭംഗി എന്ന് നോക്കിയാൽ പുതിയതുപോലെ തന്നെ ആയിരിക്കുന്നത്. അതേ ക്വാളിറ്റിയിലും പഴയതാണെങ്കിൽ അവർ നല്ല ഭംഗിയായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഹോണ്ട ഡിയോയുടെ മൾഗാർഡുണ്ടോ, 400 രൂപ വിലയുള്ളൂ. ഇത് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇത് ഫിറ്റ് ചെയ്യുകയും ചെയ്യാം. ഇത് കണ്ടാൽ ഫ്രഷ് പീസ് പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ വണ്ടിയൊക്കെ ടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് ഇതുപോലെ വാങ്ങിച്ച് വെച്ച് ഉപയോഗിക്കാൻ പറ്റും. കണ്ട പുതുപുത്തം പോലെ ഇരിക്കുന്നത്. ഇത് സെക്കൻഡ് പീസാണ് കേട്ടോ. അടിപൊളി ക്വാളിറ്റിയിലിരിക്കുന്നു. ഡിയോ ഉള്ളവർ എവിടെയെങ്കിലുമൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോലെ ഇവിടെ ഈ സാധനമൊക്കെ ഉണ്ട് കേട്ടോ. 1200 രൂപ കൊടുത്താൽ മൊത്തം സാധനം കിട്ടും. കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വിലയ്ക്ക് കിട്ടത്തില്ല. ഫ്രണ്ട് വൈസറൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റിയ സാധനം 1200 രൂപ കൊടുത്താൽ ഒരു ക്ലിപ്പ് പീസ് പോലും പൊട്ടിയിട്ടില്ല. നോക്കിയേ, എല്ലാ പീസുകളും അടിപൊളിയായിട്ടിരിപ്പുണ്ട്. വേറെ കുഴപ്പങ്ങളോ ഡാമേജോ ഒന്നുമില്ലാത്ത സാധനമാണ്. 1200 രൂപ കൊടുത്താൽ കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ 2500 3000 രൂപ അതിന് കൊടുക്കും. ഇത് നമ്മുടെ പുതിയതായിട്ട് ഇറങ്ങിയ ഹീറോ മാസ്ട്രോ എഡ്ജിൻ്റെ വൈസറാണ് കേട്ടോ. ഇതിന് 450 രൂപയേ ഉള്ളൂ. ഇതിൻ്റെ ഫിനിഷിങ് കണ്ടിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇത് നമ്മുടെ പാഷൻ പ്രോയുടെ ഫ്രണ്ട് വൈസറാണ് കേട്ടോ. ഇതിന് 400 രൂപയേ ഉള്ളൂ. ഇതിൻ്റെ ഒരു പീസ് കൂടെ ഉണ്ട് കേട്ടോ. അതായത് ഈ ബ്ലാക്ക് പീസ് കൂടെ ഉണ്ട്. അതതിൻ്റെ പീസാണ്, സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാനുള്ളതാണ്. ഇത്രയും ക്വാളിറ്റിയുള്ള സാധനം 400 രൂപയേ ഉള്ളൂ. യൂണിക്കോണിൻ്റെ ക്രോം സെറ്റാണ് കേട്ടോ. ഫ്രണ്ടിലെ ക്രോമാണിത്. അതിൻ്റെ ഷീൽഡും ബാക്കി കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതിൻ്റെ റേറ്റ് എത്രയാണ്? ഇത് 500 രൂപയാവും കേട്ടോ. ഷോറൂമിൽ പോയി വാങ്ങിക്കുന്നതിൻ്റെ പകുതി പൈസ കൊടുക്കാം. അതിങ്ങോട്ട് നോക്കി, ആക്റ്റീവ ഡിയോയുടെയൊക്കെ വീൽ ഡ്രമ്മാണ്. നമ്മൾ കമ്പനിയിൽ ചെന്ന് മേടിക്കുവാണെങ്കിൽ ഏകദേശം 1000 രൂപയ്ക്ക് പുറത്ത് ഈ സാധനം കൊടുക്കണം. 1000 രൂപയ്ക്ക് പുറത്ത് കൊടുത്തെങ്കിൽ മാത്രം ഞാനും തിരക്കിയിട്ടുണ്ട് വില. അപ്പോൾ അത് ഇടയ്ക്ക് തുരുമ്പ് പിടിച്ചിട്ട് നമ്മുടെ ട്യൂബ്ലെസ് ടയർ നിൽക്കാതെ വരും. പിന്നെ ട്യൂബ് ഇടേണ്ട അവസ്ഥ വരും. അപ്പോൾ ഇത് മേടിക്കുന്ന കാര്യം ഓർത്തിട്ടാണ് നമ്മൾ വീണ്ടും ആ ട്യൂബൊക്കെ ഇട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ വന്ന് 500 രൂപയ്ക്ക് കിട്ടും കേട്ടോ. അടിപൊളി, ഒരു പുളവും ഇല്ലാത്ത സാധനമാണ്. കൂടാതെ ഇത് ഹോണ്ട ആക്ടിവയുടെ മൾഗാർഡാണ് കേട്ടോ. നമുക്ക് ഇത് ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം 2000 രൂപയ്ക്ക് പുറത്ത് വരും. ഇതതിൻ്റെ പകുതി പൈസയേ ഉള്ളൂ. അതിൻ്റെ അടിപൊളി ക്വാളിറ്റി ആയിട്ട് ഈ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. എന്ന് നോക്കി അതിൻ്റെ ഭംഗി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല പാക്ക് ചെയ്ത്, നല്ല സ്ക്രാച്ച് ഒന്നും ഇല്ലാത്ത രീതിയിൽ കവറിൽ പാക്ക് ചെയ്ത് വെച്ചാൽ നല്ല ഫിനിഷിംഗ് ആണ്. നോക്കി എന്ത് അടിപൊളിയായിട്ടാണ് അതിരിക്കുന്നത് നോക്കി. പിന്നെ പലതരത്തിലുള്ള അലോയ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. സ്പ്ലെൻഡർ, പാഷൻ പ്രോ, ഡിസ്കവർ, അങ്ങനെയുള്ള ഒരുപാട് ബൈക്കുകളുടെയൊക്കെ നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള അലോയ്സ് ഇവിടെ ഇരിപ്പുണ്ട്. ഡിസ്ക് ബ്രേക്കും ഉൾപ്പെടുന്നതുമുണ്ട്. ഇതിനൊക്കെ പകുതി വില കൊടുത്താൽ മതി. സെക്കൻഡ് സ്പെയറിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഹെൽമെറ്റുകളൂടി ഉണ്ട് കേട്ടോ. അതിന് വില വരുന്നത്, ഈ കാണുന്ന ഈ ഹെൽമെറ്റിന് വില വരുന്നത് 450 രൂപയാണ്. പിന്നെ കട്ട ടയറുണ്ട്. ഇത് നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം മേടിച്ചിടാൻ പറ്റിയ ടയറാണ് കേട്ടോ. 500 രൂപയേ ഉള്ളൂ. എല്ലാം ഒരു കുടക്കീഴിൽ തന്നെ കിട്ടും കേട്ടോ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇനി ടൂ വീലറിൻ്റെ എഞ്ചിൻ ഓയിലും ഇവിടെ കിട്ടും കേട്ടോ. അത്യാവശ്യത്തിനൊക്കെ ഓടി വന്നു കഴിഞ്ഞാൽ സാധനം ഇവിടെ ഉണ്ട്. റെപ്സോളിൻ്റെ കമ്പനിയാണ്, ഹോണ്ട റെപ്സോളാണ്. എല്ലാ വണ്ടികളുടെയും സ്റ്റമ്പ്, ഹാൻഡില്, അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. CD100, KB100, RX100, 220 അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി. പിന്നെ ബുള്ളറ്റിൻ്റെയൊക്കെ സൈലൻസറുകളാണ് ഇതായിരിക്കുന്നതെല്ലാം. സൈലൻസറിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു നിര തന്നെ ഉണ്ട് ഇവിടെ. ഇത് ഇപ്പം ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന സ്റ്റോക്ക് നിങ്ങൾ നോക്കണ്ട കേട്ടോ. വേറെ ഒരുപാടുണ്ട്. ഡിസ്പ്ലേ എല്ലാം കൂടെ അവർക്ക് വയ്ക്കാൻ കഴിയില്ല ഇവിടെ. ഞങ്ങളോട് പറഞ്ഞായിരുന്നു. എല്ലാം ഇവിടെ നിരത്തിയിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് സാധനം ചോദിച്ചാലും അവരെടുത്ത് തരും. വണ്ടിയുടെ സ്പെയറുകൾ മാത്രമല്ല ഇവിടെ ഉള്ളത്. ഇവിടെ കുറച്ച് സ്റ്റൗവിൻ്റെ കളക്ഷൻസ് കൂടെ ഉണ്ട്. ഇത് ഒരു 1500 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഒരു സ്റ്റൗ കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് വീട്ടിലൊക്കെ എന്തെങ്കിലും ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വേറെ 1600 രൂപയുള്ളൂ. ഇതും കൊണ്ട് പോകാം. വേറെ അങ്ങും ചെന്ന് വാടകയ്ക്ക് എടുക്കണ്ട. ഇത് മാത്രമല്ല, ഗ്യാസ് സ്റ്റൗവിൻ്റെ എല്ലാ സാധനങ്ങളും സർവീസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നോക്കി ഏതൊക്കെ സൈസിലുള്ള അടുപ്പുകൾ, അതിൻ്റെ സ്റ്റാൻഡുകൾ, എല്ലാ സാധനമുണ്ട്. പല ക്വാളിറ്റിയിലും പല വിലയിലും ഉള്ളത്. അതുപോലെ തന്നെ മിക്സിയുടെ ജാറുകളൊക്കെ ആണെങ്കിലും ഇവിടെ ഉണ്ട്. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ജാറുകളൊക്കെയാണ്. പകുതി പുതിയ അടുപ്പ് 1500 രൂപ ഉള്ളൂ. വെറും 1500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ അടിപൊളി അടുപ്പ് നിങ്ങൾ കൊണ്ടുപോകാം. ഇതിൻ്റെ എല്ലാം കൺട്രോളും ഓളിനോളും ഇതിൻ്റെ മുതലാളിയുമാണ് ഇതായിരിക്കുന്ന ഈ സബീർക്ക. ഇവിടെ ലൊക്കേഷൻ വരുന്നത് ബാലരാമപുരം വഴിമുക്ക് പ്രിയതമ ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ടടുത്താണ്.
ഈ കടയുടെ പേര് വരുന്നത് AS ഗ്യാസ് ആൻഡ് സെക്കൻഡ് സ്പെയർ എന്നാണ്. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുവഴി പോകുമ്പോൾ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കടയാണ്.